ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വത്സൻ എന്ന് പറയുന്ന ആൾ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. അത് ഇഴഞ്ഞു നീങ്ങി സെപ്റ്റംബറിലാണ് ഈ കമ്പനി മണി ചെയിനാണെന്നും ബഡ്സ് ആക്ട് പ്രകാരം നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിന്മേൽ കോടതി ബഡ്സ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുന്നത്. അത് കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം നവംബർ 21 ബഡ്സ് അതോറിറ്റി ഇതിൻ്റെ ആസ്തികൾ ടെമ്പററി അറ്റാച്ച്മെൻറ്റ് നടത്തിക്കൊണ്ടുള്ള ഓർഡർ ഇടുകയുണ്ടായി. എന്നിട്ടും 2 മാസം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിലൊരു അന്വേഷണവും നടക്കാതെ വന്നപ്പോഴാണ് ഈ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണമോ പ്രതികൾക്കെതിരെയുള്ള അന്വേഷണമോ നടക്കാതെ വന്നപ്പോഴാണ് വത്സൻ എന്ന ആൾ, റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, വീണ്ടും തൃശ്ശൂർ സെഷൻ കോടതിയെ സമീപിക്കുകയും അന്വേഷണം നടക്കുന്നില്ല എന്നും ഇത് കാര്യക്ഷമമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഹർജി നൽകുന്നത്. അപ്പോൾ അതിൻ്റെ മേൽ പോലീസിനോട് ഒരു റിപ്പോർട്ട് ചോദിക്കുകയുണ്ടായി. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ പിടിച്ചു തൂങ്ങിക്കൊണ്ടാണ് ഹൈറിച്ചോളികളെല്ലാം തന്നെ അതിനെ പ്രതിരോധിച്ചിരുന്നത്. ഈ കമ്പനിക്കെതിരെ ആരും തന്നെ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. സ്വമേധയാ കേസ് കൊടുത്തതും ഇത് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ തന്നെ അതിൻ്റെ ഓഫീസ്, ഹൈറിച്ചിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തതും ഹാർഡ് ഡിസ്ക് അടക്കം പിടിച്ചെടുത്തതും കോപ്പി ചെയ്തതും സോഫ്റ്റ്വെയർ കോപ്പി ചെയ്തതും ഒക്കെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വരി പോലീസ് എഴുതി ചേർത്തിരിക്കുന്നത്. ആരും തന്നെ കേസ് കൊടുത്തിട്ടില്ല എന്ന്. എന്നാൽ ED ഇവരുടെ രാജ്യാന്തര കുറ്റകൃത്യങ്ങളും മണി ലോണ്ടറിങ്ങും ഒക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെ ഇവർ ഒളിച്ചോടുകയുമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതിനെ തുടർന്നാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന റെയ്ഡിൽ പേടിച്ച് വിറച്ച് നമ്മുടെ ശ്രീനാഥ് പ്രതാപനും കൂടി എറണാകുളം ഡിസ്ട്രിക്ട് കോർട്ടിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ 24 സമർപ്പിക്കുകയും 25 അത് 30 ഇന്നത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. EDയുടെ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടാണ് അന്ന് മാറ്റിവെച്ചിട്ടുണ്ടായത്. എന്നാൽ ഇന്ന് EDയുടെ റിപ്പോർട്ട് വന്നതിൽ പിന്നെ ആരും തന്നെ ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈറിച്ചോളികളിൽ ഒക്കെ തന്നെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. ഒരു മുൻ MLAയുടെ പരാതിയിന്മേൽ സ്വാഭാവിക നടപടിയാണ് EDയുടെ റെയ്ഡ് എന്ന് പറഞ്ഞ് വച്ചവർ ഇപ്പോൾ EDയെക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ചേർപ്പ് പോലീസിൻ്റെ SI തയ്യാറാക്കിയ റിപ്പോർട്ട് പോലെ ആയിരിക്കില്ല ഒരു EDയുടെ റിപ്പോർട്ട് എന്ന് ഇവർക്ക് നന്നായി അറിയാം. ഇദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രമടക്കം അവർ പുറത്തു കൊണ്ടുവരും എന്ന് ഇവർക്കറിയാം. ഇവർ മക്കളുടെ പേരിൽ പോലും നിക്ഷേപിച്ച പണത്തിൻ്റെ രേഖകളുമായാണ് ED പോയത്. അല്ലാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള അവിടുന്ന് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടാക്കി കോടതിയിൽ സമർപ്പിക്കുകയല്ല ED ചെയ്തത്. എല്ലാ ബാങ്കുകളുടെയും സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ആളുകളുടെ പേരും ഏതൊക്കെ പേരിലാണെന്ന് പോലും അതിൻ്റെ അക്കൗണ്ട് നമ്പർ അടക്കമുള്ള നല്ല വെടുപ്പായിട്ടുള്ള റിപ്പോർട്ടാണ് ED നൽകിയത്. അതുകൊണ്ട് തന്നെ ശ്രീനയുടെയും പ്രതാപൻ്റെയും മുൻകാല ചരിത്രങ്ങൾ പോലും ഹിസ്റ്ററി പോലും ഇവർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇനി ഈ കാര്യം മറന്നേക്കൂ എന്നാണ് ഹൈറിച്ചോളുകളോട് പറയാനുള്ളത്. ഇനി ആ ഒരു വലിയ റിപ്പോർട്ട്, ചിലപ്പോൾ ഒരു വലിയ റിപ്പോർട്ടായിരിക്കാം, അത് കോടതി കോടതിയുടെ സമയത്ത് ചിലപ്പോൾ അത് വായിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല, ഒരുപാട് കേസുകളില്ലല്ലേ. അപ്പോൾ ഇതൊക്കെ ജഡ്ജും മറ്റുള്ളവരും പോയിട്ട് ഇതൊക്കെ വായിച്ചിട്ട് എന്നേരാണ് മനസ്സിലാവുക ഇവർ എത്ര വലിയ കുറ്റവാളികളാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും പൂജാമുറിയിൽ ശ്രീനയുടെയും പ്രതാപൻ്റെയും ഫോട്ടോ വച്ചിരിക്കുന്നവരോട് ഒന്നും തന്നെ പറയാനില്ല. നിങ്ങളും അവരെ പോലെ തന്നെ തട്ടിപ്പുകാരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലെങ്കിലും നാട്ടുകാർക്ക് മൊത്തം അറിയാം എന്ന് മാത്രമേ നിങ്ങളോടും പറയാനുള്ളൂ. അപ്പോൾ ബൈ.